മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ ബാഴ്സലോണ ക്ലബ്ബ് വിട്ടതായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ന്യൂസ്. ലാലിഗ ക്ലബ്ബായ ജിറോണിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്, ലോണിലാണ് പോയിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ ആളുടെ അവസാനത്തെ ബാഴ്സലോണ മത്സരം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ 6 മാസം കഴിഞ്ഞാൽ, ലോണ് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പാണ് വരുന്നത്. വേൾഡ് കപ്പിൽ ജർമ്മനിക്കും വേണ്ടി കളിച്ച് പിന്നെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടീം റാഞ്ചാൻ ചാൻസ് ഉണ്ട്. ഈ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചില്ലെങ്കിലും ബാഴ്സലോണയ്ക്ക് ഒരു തിരിച്ചുവരവ് ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി ജോൻ ഗാർസിയ 1ാം കീപ്പറായി ഫ്ലിക്ക് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 വർഷത്തോളമായിട്ട് ബാഴ്സലോണ ക്ലബ്ബിൽ 1ാം നമ്പർ കീപ്പറായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ബാഴ്സലോണൻ്റെ ഒരു ലെജൻഡ് തന്നെയാണ് മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സുകൾ, നല്ല നല്ല പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഒരുപാട് കളികൾ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഒന്നാണ് 2022-23 സീസൺ പ്ലെയർ ഓഫ് ദി സീസൺ വരെ ലഭിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആളുടെ ഒരു മോശം ഫോം ആയിരുന്നു, അതുകൊണ്ടാണ് ബാഴ്സലോണയ്ക്ക് വേറൊരു കീപ്പർ നോക്കേണ്ടി വന്നതും യോഹാൻ ഗാർസി എത്തിയതും യോഹാൻ ഗാർസിയുടെ പെർഫോമൻസ് കൊണ്ട് ടെർ സ്റ്റെഗൻ പൂർണ്ണമായിട്ടും ബെഞ്ചിലായത്. അപ്പോൾ ഒരുപക്ഷെ ഇനി നമ്മൾ ടെർ സ്റ്റെഗനെ ബാഴ്സലോണ ജേഴ്സിയിൽ കാണാൻ ചാൻസ് ഇല്ല.